ഓം ശ്രീ മാത്രേ നമഃ. ആദ്യത്തെ നാമത്തിൽ നമ്മൾ ദേവി സൃഷ്ടികർത്രിയാണ്, അതുകൊണ്ട് തന്നെ അമ്മയാണെന്ന് കണ്ടു. ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവാൻ കാരണഭൂതയായവൾ ദേവി അമ്മ മാത്രമാണോ? അല്ല, ശ്രീ മഹാരാജ്ഞിയാണവൾ. അമ്മയോട് നമുക്ക് അടുപ്പവും സ്വാതന്ത്ര്യവും തോന്നും. എപ്രകാരം വേണമെങ്കിലും നമുക്ക് അമ്മയെ സമീപിക്കാം. പാപമാകുന്ന കളങ്കം കൊണ്ട് പങ്കിലമായ നമ്മുടെ ശരീരവും മനസ്സും അതേപോലെ അംഗീകരിക്കാൻ ഈ ദേവിക്ക് ഒരു മടിയുമില്ല. മക്കൾ എങ്ങനെയാണോ ഉള്ളത് അപ്രകാരം മക്കളെ അംഗീകരിക്കാൻ അമ്മമാർക്ക് ഒരു മടിയുമില്ല. നമ്മൾ ആരും തന്നെ അനാഥരല്ല. നമ്മുടെ എല്ലാം അമ്മയായ ദേവി അവിടെയുണ്ട്. ശ്രീമാതാ. ദേവി അമ്മ മാത്രമല്ല, ഗാംഭീര്യമുള്ള ഒരു ശക്തിയും കൂടിയാണ് എന്ന് കാണിക്കാൻ അടുത്ത വാക്കിൽ അതിൻ്റെ വിപരീതത്തിലേക്ക് വരികയാണ്. ശ്രീ മഹാരാജ്ഞി. ദേവി ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പാലനകർത്രിയാണ്. ഒരു രാജാവിന്റെ സദസ്സിലേക്ക് പോകാൻ നമ്മൾ ചില പ്രത്യേക രീതിയിൽ പെരുമാറേണ്ടതുണ്ട്. അതുപോലെ വേണം ദേവിയുടെ അടുത്തേക്ക് പോകാൻ. അമ്മയെ സമീപിക്കുന്നത് പോലെയല്ല രാജ്ഞിയെ സമീപിക്കുന്നത്. രണ്ടാമത്തെ നാമത്തിൽ ആദ്യത്തെ നാമത്തിന്റെ നേരെ വിപരീതമായ ഭാവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു. ദേവി അമ്മ മാത്രമല്ല, അമ്മ മഹാറാണിയും കൂടിയാണ്. എല്ലാറ്റിനെയും പാലിക്കുന്നവളാണ്, സംരക്ഷിക്കുന്നവളാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സംരക്ഷണം ദേവിയുടെ ഉത്തരവാദിത്വമാണ്. ഇനി രാജ്ഞി എന്ന പദത്തിന് പ്രകാശിക്കുന്നവൾ എന്നർത്ഥം. രാജ് എന്നാൽ പ്രകാശം. മഹത്തായതിനെ, ശ്രേഷ്ഠമായതിനെ പ്രകാശിപ്പിക്കുന്നു. ശ്രേഷ്ഠമായത് ശരിക്കുമുള്ള അറിവ്. ആ അറിവിനെ പ്രകാശിപ്പിച്ചു തരുന്നവളാരോ, വെളിപ്പെടുത്തി തരുന്നവളാരോ, അവൾ മഹാരാജ്ഞി. മഹത്തായ അറിവെന്നാൽ സാക്ഷാൽ പരബ്രഹ്മത്തെ, പരമശിവനെ ആരാണോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, പുറത്തേക്ക് പ്രകാശിപ്പിച്ചു തരുന്നത്, ആ ശക്തി മഹാരാജ്ഞി. മഹാ എന്ന ശബ്ദം അതിനൊരു പ്രത്യേകതയുണ്ട്. സംസ്കൃതത്തിൽ ചില വാക്കുകളുടെ അർത്ഥം ആ വാക്കുകൾ ഉണ്ടാക്കുന്ന അക്ഷരങ്ങൾ തിരിച്ചിട്ടാലാണ് മനസ്സിലാകുക. വർണ്ണപ്രത്യയം എന്നാണ് അതിനെ പറയുക. മഹാ എന്ന ശബ്ദം തിരിച്ചിട്ടാൽ അഹം. അഹം എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ള ഞാൻ. എന്നെ വെളിപ്പെടുത്തി തരുന്നതെന്തോ, എൻ്റെ യഥാർത്ഥ സ്വഭാവത്തെ വെളിപ്പെടുത്തി തരുന്നതാരോ, അവൾ മഹാരാജ്ഞി. നമ്മൾ ഓരോരുത്തരെയും ഓരോ സെക്കൻഡിലും സംരക്ഷിച്ചു നിർത്തുന്നവൾ ദേവി. വിശ്വസിച്ചാൽ മാത്രമേ ആ ദേവി സംരക്ഷിക്കൂ എന്നില്ല. ആദ്യത്തെ 2 നാമങ്ങളിലൂടെ നമ്മൾ എല്ലാവരും തന്നെ ആ മൂലപ്രകൃതിയായ അമ്മയുടെ മക്കളാണ്, സനാഥരാണ്, സദാ സംരക്ഷിക്കപ്പെടുന്നവരാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. ശ്രീ ലളിതാ പരമേശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.